കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരുന്നു എന്നൊക്കെ പറയുന്നവന്മാർ വിവരമില്ലാത്തവന്മാരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമില്ലാത്തവന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. ആരാണ് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി? കോൺഗ്രസ് പാർട്ടിയുടെ സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ ഈ പാർട്ടിയുടെ രണ്ടാമൻ, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിൻ്റെ തൊട്ട് താഴെ പാർട്ടി പ്രോട്ടോക്കോൾ പ്രകാരം രണ്ടാമൻ, ഏതൊക്കെ സംസ്ഥാനത്ത് ആരൊക്കെ മുഖ്യമന്ത്രിയാണോ എന്ന് തീരുമാനിക്കുന്ന ഈ പറയുന്ന കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസിൻ്റെ ഏതൊക്കെ മുഖ്യമന്ത്രിയുണ്ടോ അവരെല്ലാം നിയന്ത്രിച്ചതും അവരെയെല്ലാം നിയമിച്ചതും കെ.സി. വേണുഗോപാലാണ്. പണ്ട് ഈ പറയുന്ന കർണാടകയുടെ മുഖ്യമന്ത്രി ആകാനായിട്ട് വരുമോ എന്ന് ഖാർഗെയോട് ചോദിച്ചപ്പോൾ ഖാർഗെ പറഞ്ഞതാ അറിയോ, എനിക്ക് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാർ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളപ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ പോകുമെന്ന്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ പോട്ടറൊന്നും വരുന്നത് ഇവിടെ വന്നിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം മാത്രം നോക്കാനായിട്ട് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനത്തും ആരെ വെക്കണമെന്ന് തീരുമാനിക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. ആരൊക്കെ ഡി.സി. പ്രസിഡന്റ് ആകണമെന്നും ആരൊക്കെ പി.സി.സി. പ്രസിഡന്റ് ആകണമെന്നും ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്നും തീരുമാനിക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. ഇവർക്കൊക്കെ വേണ്ട എല്ലാ ഫെസിലിറ്റി ഒരുക്കി കൊടുക്കാനായിട്ടുള്ള ചാർജും സംവിധാനമുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കേണ്ട കാര്യവും ഇവിടെ വന്നിട്ട് ഈ പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒതുങ്ങിപ്പോകേണ്ട കാര്യം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറയുന്നവന്മാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസവും ബോധമില്ലെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇവിടെ കെ.സി. വേണുഗോപാലിൻ്റെ കുറേ പേര് പറഞ്ഞു അയാൾ ക്രെഡിറ്റ് എടുക്കാൻ വരും. എവിടെ ക്രെഡിറ്റ് എടുക്കാൻ വരാനാണ് കെ.സി. വേണുഗോപാൽ? എവിടെ ക്രെഡിറ്റ് എടുക്കാൻ വരാനാണ്? 2021 തോറ്റപ്പോൾ അയാൾ വന്നോ ക്രെഡിറ്റ് എടുക്കാൻ? അന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അന്നും കെ.സി. വേണുഗോപാൽ തന്നെയല്ലായിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അന്ന് ഈ പുള്ളിയുടെ വില വെക്കാൻ ആരും വന്നില്ലല്ലോ, പുള്ളി എടുക്കാനും വന്നില്ലല്ലോ, പുള്ളി അനാവശ്യമായിട്ട് ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. ഇവിടെ ലോക്സഭയുടെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് കെ.സി. വേണുഗോപാൽ വന്നില്ല. കാരണം അയാൾക്കറിയാം ക്രെഡിറ്റ് എടുക്കേണ്ടത് എവിടെയാണ്, എവിടെ എടുക്കേണ്ട എന്ന്. കാരണം അതിന് പുള്ളിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് പുള്ളിക്കറിയാം. ഇപ്പം ചോദിച്ചാലും കെ.സി. വേണുഗോപാൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. പുള്ളി മാറി നിന്നിട്ട് പറയും ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് വി.ഡി. സതീശനാണെന്ന് പറയും. അത് സത്യമാണ്. വി.ഡി. സതീശനല്ലേ ഇവിടെ ക്രെഡിറ്റ്? അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്ത് വി.ഡി. സതീഷും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർക്കല്ലേ? പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്, അത് രമേശ് ചെന്നിത്തലയാണോ വി.ഡി. സതീശനാണോ കെ മുരളീധരനാകണോ എന്ന് പുള്ളി തീരുമാനിക്കും. പുള്ളിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടങ്ങുന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ലാതെ കെ.സി. വേണുഗോപാൽ വന്നിട്ട് ഇവിടുത്തെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഒതുങ്ങിക്കൂടുമെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രാഷ്ട്രീയ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് ചിലപ്പോൾ പുള്ളി തീരുമാനിക്കും. പുള്ളിയും ഈ പറയുന്ന ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. ഹൈക്കമാൻഡിൻ്റെ താഴെയാടൂ കേരള സ്റ്റേറ്റ്, ഹൈക്കമാൻഡിൻ്റെ താഴെയാടൂ കേരള ഗവൺമെൻറ്, ഹൈക്കമാൻഡിൻ്റെ താഴെ തന്നെയാണ് കേരള മുഖ്യമന്ത്രി. അവരാണ് തീരുമാനിക്കുന്നത് എത്ര നാൾ ഇരിക്കണം, എത്ര നാൾ മാറണമെന്ന്. ആ കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വരുന്നത് പുള്ളിക്ക് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യനാണ്. 19 വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ള മനുഷ്യനാണ്. താഴെ തട്ടിൽ നിന്ന് വളർന്നു പോയി അവിടെ എത്തിയൊരു മനുഷ്യനാണ്. ആ മനുഷ്യനൊന്നും ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് താഴോട്ടിറങ്ങി വരാനായിട്ട് ആഗ്രഹിക്കും. പുള്ളിയുടെ മേളിൽ ഇനിയുള്ളത് ഒരേ ഒരു പോസ്റ്റാണ് ഇന്ത്യയിൽ, AICC പ്രസിഡന്റ്. അതും ആകാനായിട്ട് പുള്ളിക്ക് കപ്പാസിറ്റി ഉണ്ട്, അതും ആകാനായിട്ടുള്ള സംവിധാനമുണ്ട്, അതാകാനായിട്ടുള്ള പിന്തുണയുണ്ട്, അതും ആ പുള്ളിക്കാകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റുള്ളപ്പോൾ പുള്ളി താഴോട്ടിറങ്ങി വരുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ വെളിവും വിദ്യാഭ്യാസവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കെ.സി. വേണുഗോപാലൊന്നും ഒരിക്കലും കേട്ടോ താഴോട്ടിറങ്ങി വരാനും പോകുന്നില്ല. പുള്ളി ഈ പറയുന്ന പോലെ അൺവാണ്ടഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ മൊത്തം തെറിയേക്കണം. സംഘടനാ പ്രവർത്തനമാണെന്നേ അതിലും സുഖമുള്ള പരിപാടി. ഇവിടെ വന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് യുവന്മാരെല്ലാം പറയുന്നതെല്ലാം കേട്ട് ഒതുങ്ങിക്കൂടാനോ? അവിടെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഇരിക്കുന്ന ആളാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇരുന്ന് പാർലമെൻറ്റിൽ ഇരുന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ കൈകൊണ്ട് സംസാരിക്കുന്ന ആളാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാൽ ഇവിടെ വന്ന് ഒതുങ്ങിക്കൂടുന്നത് വിവരമില്ലേ?